പഞ്ചാബിലെ സുവർണ ക്ഷേത്രത്തിന് വീണ്ടും ബോംബ് ഭീഷണി. ഇമെയിലിലൂടെയാണ് ഭീഷണി സന്ദേശം ലഭിച്ചത്. ഭീഷണി സന്ദേശങ്ങൾക്ക് പിന്നിൽ ഒരേ വ്യക്തി തന്നെ ആകാം എന്നാണ് പോലീസ് കരുതുന്നത്. വിനീത വിജി ഉണ്ട് ഡൽഹിയിൽ നിന്ന്. വിനീത, സമാനമായ രീതിയിൽ കഴിഞ്ഞ ദിവസവും ഭീഷണി സന്ദേശം എത്തിയിരുന്നുവല്ലോ, ഉറവിടം കണ്ടെത്താനായിട്ടുണ്ടോ വിനീത? വെരി ഗുഡ് മോർണിംഗ് ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസവും സമാനമായിട്ടുള്ള ഒരു ഭീഷണി സന്ദേശം ലഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഭീഷണി സന്ദേശത്തിൽ ഈ സുവർണക്ഷേത്രത്തിനുള്ളിലെ ലങ്കർ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി കിച്ചൺ ഹാളാണ്. ഈ കമ്മ്യൂണിറ്റി കിച്ചൺ ഹാളിനുള്ളിൽ ഈ സ്ഫോടക വസ്തുക്കൾ വച്ചിട്ടുണ്ടെന്നും അത് തകർക്കുമെന്നുമൊക്കെയായിരുന്നു ഭീഷണി ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ പുതിയൊരു ഭീഷണി സന്ദേശം കൂടി ലഭിച്ചിരിക്കുകയാണ്. സുവർണക്ഷേത്രത്തിനുള്ളിലുള്ള ചില പൈപ്പുകളിൽ സ്ഫോടക വസ്തുക്കൾ വച്ചിട്ടുണ്ട് എന്നും സ്ഫോടനത്തിലൂടെ ഇവ തകർക്കാനാണ് ഉദ്ദേശമെന്നുമാണ് ഈ സന്ദേശത്തിൽ പറയുന്നത്. ഈ രണ്ട് സന്ദേശത്തിലും ഒരേ ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് സന്ദേശങ്ങൾക്ക് പിന്നിലും ഒരേ ആൾ തന്നെ ആയിരിക്കുമെന്നാണ് പോലീസ് പറയുന്നത്. ഞങ്ങൾ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്. എത്രയും വേഗം ഈ ഭീഷണി സന്ദേശം അയച്ച ആളുകളെ ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുമെന്നും അവിടുത്തെ അമൃത്സർ കമ്മീഷണർ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസം ഭീഷണി സന്ദേശം ലഭിച്ചതിന് തൊട്ട് പിന്നാലെ തന്നെ ഈ സുവർണക്ഷേത്രത്തിലും പരിസരത്തിലുമൊക്കെ വലിയ രീതിയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ മതവിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളും ആ തീർത്ഥാടനത്തിനായി അവിടെ എത്താറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കമ്മ്യൂണിറ്റിയെ മാത്രം ഇങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ആക്രമണങ്ങൾ അത് ഉണ്ടാകില്ല എന്നൊക്കെയാണ് ഈ സുവർണക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അധികൃതരൊക്കെ തന്നെ പറയുന്നത്. കഴിഞ്ഞ ദിവസവും ഈ ഭീഷണി സന്ദേശം ഉണ്ടായെന്ന് കരുതി അവിടെ എത്തുന്ന സന്ദർശകരിൽ കുറവൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഞങ്ങൾ അതീവ ജാഗ്രത പുലർത്തുന്നുണ്ട് ഈ കാര്യത്തിലെന്നും അവർ അറിയിക്കുകയാണ്. ആ മേഖലകളിൽ ഇന്നലെ ബോംബ് സ്ക്വാഡൊക്കെ എത്തി അവിടെ പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു. ഡോഗ് സ്ക്വാഡ് എത്തിയിട്ടുണ്ടായിരുന്നു. കൂടുതൽ സുരക്ഷാ സേന ആ മേഖലകളിലേക്കൊക്കെ എത്തി പരിശോധനകളൊക്കെ തന്നെ അവർ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ പരിശോധനയിലൊന്നും തന്നെ സംശയാസ്പദമായ സാഹചര്യത്തിൽ ഒന്നും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നില്ല. തുടർന്ന് പിന്നാലെ വീണ്ടും മറ്റൊരു സന്ദേശം കൂടി ലഭിച്ചൊരു പശ്ചാത്തലത്തിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഡൽഹിയിൽ നിന്ന് വിനീത വിജിയാണ് വിശദാംശങ്ങളുമായി ചേർന്നത്.